ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണം തേടി CPM 5 ദിവസത്തെ നേതൃയോഗങ്ങൾക്ക് ഈ മാസം 16 തുടക്കമാകും. തിരുത്തൽ നടപടികളും മന്ത്രിസഭാ പുനഃസംഘടനയും അടക്കം ചർച്ചയായേക്കും. പ്രതീക്ഷിക്കാത്ത പ്രഹരം എന്നു തന്നെയാണ് CPM നേതാക്കളുടെ വിലയിരുത്തൽ. പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ മുഖ്യമന്ത്രിയും CPMും നടത്തിയ പ്രതിഷേധങ്ങൾ പോലും ഫലം കണ്ടില്ലെന്ന് മുതിർന്ന CPM നേതാക്കൾ പറയുന്നു. മറ്റന്നാൾ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്യുമെങ്കിലും 16 മുതൽ 20 വരെ ചേരുന്ന സംസ്ഥാന സമിതി യോഗങ്ങളിലായിരിക്കും വിശദമായ ചർച്ചകൾ നടക്കുക. CPM ജില്ലാ സെക്രട്ടറിമാർ നൽകുന്ന വിശദീകരണങ്ങൾ ഇഴകീറി പരിശോധിക്കും. പ്രചരണ പരിപാടികളിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടികൾ വരെ പ്രതീക്ഷിക്കാം. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, മന്ത്രിസഭാ പുനഃസംഘടന എന്നിവയും യോഗങ്ങളിൽ ചർച്ചയാകും. പാർലമെന്റ് ഉറപ്പിച്ചതോടെ മന്ത്രി രാധാകൃഷ്ണൻ സ്ഥാനം ഒഴിയുമ്പോൾ പകരക്കാരനെ കണ്ടെത്തണം. താൽക്കാലിക ചുമതല ഏതെങ്കിലും മന്ത്രിമാർ ഏറ്റെടുക്കാനാണ് സാധ്യത. പിന്നീട് പുനഃസംഘടന നടത്തി പുതിയ മന്ത്രിയെ തീരുമാനിക്കും. ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ വിശദമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.